ഗുഡ് മോർണിംഗ്. ഞാൻ ശശിധരൻ വീറ്റി. ഇന്നൊരു കഥ പറയാൻ പോവുക. ഒരിടത്തൊരു തെരുവുതണ്ടി ജീവിച്ചിരുന്നു. ഒത്തിരി പ്രായമുള്ള ആളാണ്. പിന്നെ ഭിക്ഷ യാചിച്ചാണ് ജീവിക്കുന്നത്. ഭിക്ഷ യാചിക്കുന്നവർക്കൊരു കുഴപ്പമുണ്ട്. അവർ എന്നും ഭിക്ഷ അയച്ചുകൊണ്ടിരിക്കും. കാരണം നല്ല വരുമാനമല്ലേ. നമ്മുടെ നാട്ടിൽ കൊണ്ട് ഇത്തിരി ഭിക്ഷ യാചിക്കുന്നവർ പക്ഷേ നല്ല വേഷത്തിലും നല്ല ഭാവത്തിലുമൊക്കെ അതുപോട്ടെ. ഈ തെരുവുതണ്ടി ഇങ്ങനെ ഭിക്ഷ അയച്ച് നടക്കുമ്പോൾ റോഡിൽ ഒരു ഇയാൾക്ക് ഭിക്ഷാപാത്രമില്ല, കറുത്ത ഒരു പാത്രം കിടക്കുന്നു. ഒത്തിരി പേര് അതുവഴി പോയി, ആരും എടുത്തില്ല. കാരണം കറുത്ത് കിടക്കുന്നതിനെ ആരെടുക്കാനാണ്? പ്രത്യേകിച്ച് കറുത്തവരെ ആർക്കും ഇഷ്ടമല്ലല്ലോ. അപ്പം ഈ പുള്ളി നോക്കിയപ്പോൾ ഈ പുള്ളിക്ക് അത് കഴുകിയെടുത്താൽ ഭിക്ഷ യാചിക്കാൻ കൊള്ളാമെന്ന് വിചാരിച്ച് ഈ പുള്ളി അതെടുത്തു. ഇയാൾ താമസിക്കുന്ന സ്ഥലത്ത് കൊണ്ടുവന്നു. എന്നും ഇത് ഉപ്പും ചാരവും ഒക്കെ ഇട്ട് നല്ലപോലെ കഴുകും. 2 വർഷം കഴുകി. 1-2 ദിവസമല്ല, 2 വർഷം കഴുകി. 2 വർഷത്തെ കഴുകലിന് ശേഷം അയാൾക്ക് മനസ്സിലായി ഇത് വെറും ഒരു പാത്രമല്ല, ഇതൊരു സ്വർണ്ണപ്പാത്രമാണെന്ന്. അതിൻ്റെ സ്വർണ്ണ ഭാഗങ്ങൾ ചിലയിടത്തൊക്കെ തെളിഞ്ഞു വന്നു. അയാൾ വീണ്ടും അത് നല്ലപോലെ കഴുകിയെടുത്തു. എന്നിട്ട് അയാളിങ്ങനെ, അതുകൊണ്ട് അയാൾക്കറിയത്തില്ല ഇത് സ്വർണ്ണമാണെന്നും ഇതിന് കോടികൾ വിലമതിപ്പുണ്ടെന്നും, ഭിക്ഷ യാചിക്കാൻ പോയി. നോളജ് ഈസ് പവറിൻ്റെ അടുക്ക വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പാത്രം കോടികൾ വിലമതിക്കുന്ന സ്വർണ്ണപ്പാത്രമാണ്. ഞാൻ ഇത് നിങ്ങൾക്ക് വിൽക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കിത്തരാം എന്ന് പറഞ്ഞു. ഞാനിത് പറയാൻ കാര്യം, നിങ്ങളെല്ലാം തന്നെ, ഇത് കേൾക്കുന്ന വ്യക്തികളെ, നിങ്ങളെല്ലാം തന്നെ കോടികൾ വിലമതിക്കുന്ന സ്വർണ്ണപാത്രങ്ങളാണ്. ദൈവമാണ് നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് കോടികളുടെ വിലയാണ്. പക്ഷേ അധർമ്മവും തെറ്റും നീതിക്ക് നിരക്കാത്തതും ദുർപ്രവൃത്തിയും ദുർശീലങ്ങളും ഒക്കെ നിമിത്തം അത് ക്ലാവ് പിടിച്ച് കറുത്തിരുണ്ട് പോയി. ഇപ്പോൾ ആർക്കും കൊള്ളത്തില്ല, ആരും എടുക്കുന്നില്ല. പക്ഷേ ഞാനത് എടുക്കുന്നു നിങ്ങൾക്ക് വേണ്ടി. നിങ്ങൾ കഴുകുക. പ്രാർത്ഥന, ധ്യാനം, നോയമ്പ്, ഉപവാസം ഇവയൊക്കെ നടത്തിയാൽ അത് കഴുകല. എന്നിട്ട് സൽജീവിതം നയിക്കണം. പോസിറ്റീവ് എനർജിയുടെ അളവ് കൂട്ടണം. ഇങ്ങനെ വർഷങ്ങൾ ചെയ്ത് കഴിയുമ്പം നിങ്ങൾ ദൈവത്തിന് വേണ്ടപ്പെട്ട വളരെ പണവും പ്രശസ്തിയൊക്കെ ഉള്ള ഒരു വലിയ ആളായിത്തീരും. അതിനുവേണ്ടിയാണ് ഈ കഥ പറഞ്ഞത്. നിർത്തട്ടെ. നന്ദി, നമസ്കാരം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.